അമൃത് എത്രത്തോളം കൂടിയാലും ഇല്ലെങ്കിൽ അറിവ് എത്രത്തോളം കൂടിയാലും അത് ഒരിക്കലും വിഷമാകില്ല. നമ്മള് ഇവിടെ പറയേണ്ട കാര്യം ഇവിടെ തന്നെ പറയണം. ഞാനിപ്പോ ഇവിടെ പറഞ്ഞ വാക്കുകൾ നാളെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി പറയാൻ പറ്റില്ല. ഞാനിത് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന് വേണ്ടി കാണാതെ പഠിച്ച് പറഞ്ഞല്ലേ. ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയില്ലേ ഇവന് തലയ്ക്ക് ഭ്രാന്താന്ന്. ശരിയാ, അതെന്തെങ്കിലും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ചില ആളുകൾക്ക് എവിടെ എപ്പോ എന്തു പറയണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. കറക്റ്റ്, അശ്വതിയെ പോലെ. നല്ല സുഖമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ചില ആളുകൾക്ക് ആവശ്യമില്ല ഈ അനവസരത്തിലൊക്കെ കയറി കോമഡി പറഞ്ഞോളെ. അതന്നെ ഇതിനാ അശ്വതിയുടെ ഒക്കെ സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഏറെക്കുറെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അനാവശ്യമായിട്ട് ഇത് എവിടെ എപ്പോ എന്ത് കാര്യം പറയണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പാവപ്പെട്ട നാട്ടിൻപുറത്തുകാരന്റെ കഥയുണ്ട്. അത് കേൾക്കണോ? കാര്യം എന്താണ് എവിടെ എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ഒരു പാവപ്പെട്ട നാട്ടിൻപുറത്തുകാരൻ. അദ്ദേഹത്തിന് വെറുതെ നിന്നല്ല, സിഗരറ്റ് വലിച്ചപ്പോ പോലീസ് ഒരു പെറ്റി കേസ് അടിച്ചു കൊടുത്തു. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിച്ചതിന് ഒരു പെറ്റി കേസ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇത് കോടതി കൊണ്ടുപോയി അടയ്ക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇദ്ദേഹം കോടതി കാണാൻ പോകുന്നത്. അങ്ങനെ 500 രൂപയുടെ പെറ്റി അടയ്ക്കാനായിട്ട് നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ആ കൂട്ടിക്കയറി നിന്ന് സ്ഥലം ഇത് അഡ്രസ്സെല്ലാം ചോദിച്ചിട്ട് ജഡ്ജി വിധിച്ചു 500 രൂപ താങ്കൾ ഇത് അടച്ചിട്ട് പോകണം. ഉടനെ ആ കൂട്ടിനകത്ത് നിന്ന് ആള് ഞെട്ടി ജഡ്ജിയോട് പറഞ്ഞു, ഷോ 500 രൂപയെ 500 രൂപയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പുല്ല് വലിക്കില്ലായിരുന്നു. കോടതി അലക്ഷ്യം. ഉടനെ തന്നെ പുല്ല് എന്ന് പറഞ്ഞതിന് കോടതി അലക്ഷ്യം 1000 രൂപ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ഉടനെ 1000 രൂപ കിട്ടും. 1000 രൂപ എന്താണ് സാറേ ഇത്? ഇവിടെ പുല്ലെന്നുള്ള വാക്ക് പ്രയോഗിച്ചുകൂടാന്ന് ഈ നാറി വക്കീല് പോലും എന്നോട് പറഞ്ഞില്ല. ഉടനെ അടുത്ത കോടതി അലക്ഷ്യം 5000 രൂപ. ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്തായി. 5000 രൂപ എന്തോന്നാണ് ജഡ്ജി? അതിനേക്കാളും നിങ്ങളെ കൈയിരിക്കുന്ന ആ ചുറ്റിലുണ്ടല്ലോ അതെടുത്ത് എന്റെ തലവിട്ട് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റി കേസ് അടയ്ക്കാൻ വന്ന ആള് ക്രിമിനൽ കേസിനകത്ത് പോയി. ഇതാണ് ഈ വാക്കുകളുടെ ഒരു കളി. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാവിട്ട വാക്കും കൈവിട്ടായതും ആപത്താണ്. വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ വാക്കുകൾക്ക് ആയുധത്തെക്കാൾ മൂർച്ചയുണ്ട്. തീർച്ചയായിട്ടും. ചില ആൾക്കാർ ഒരു കാര്യമില്ലാതെ അനാവശ്യമായിട്ടൊക്കെ ഓരോ വാക്കുകളിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പോകും ഇല്ലേ? നാട്ടിൻപുറത്തൊക്കെയാണ് കൂടുതൽ. ഇങ്ങനെ പറയുമ്പോ ഇന്നലെ നീ അവിടെ വെച്ച് ഞാൻ കണ്ടല്ലോടി. നമ്മൾ ചിലപ്പോൾ ഒളിച്ചായിരിക്കും അവിടെ പോയത്. വെറുതെ ഇട്ട് കുത്തിയിട്ട് പോകും. അങ്ങനെയൊക്കെ പല ഇതും കിട്ടിയിട്ടില്ലേ? എന്തിന്? ഞാനിപ്പോൾ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഇല്ലെങ്കിൽ അവതരിപ്പിച്ചതിന് ശേഷം എൻ്റെ നാട്ടിൽ ഞാൻ ചെന്നപ്പോൾ കുറച്ച് പേരെൻ്റെ ചോദിക്കാം, ഇപ്പോ ഫ്ലവേഴ്സ് ടിവിയിൽ കാണാറുണ്ടോ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്? കൊള്ളാം, നന്നാവുണ്ടോ കേട്ടോ. ഇപ്പൊ ഈ പരിപാടി മാത്രമേ ഉള്ളൂ, സിനിമയൊന്നും ഇല്ലേ? അതൊന്നും ചോദിക്കാം. ഇല്ലേ, എല്ലാവരും ചോദിക്കുകയാണ്. മിക്ക ആൾക്കാർ ഇപ്പൊ ഇതേ ഉള്ളോ, സിനിമയൊന്നും ഇല്ല. കാര്യം വെച്ചാൽ ആഴ്ചയിൽ 4 ദിവസം വരുന്നുണ്ട്. അപ്പൊ ഇത് മുടങ്ങുന്നുമില്ല. ഞാൻ എടുക്കുന്ന റിസ്ക് വേറെ ആർക്കും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതെ ചേട്ടാ അങ്ങനെ പറയരുത്. ഇപ്പൊ റിലീസായ സിനിമയാണല്ലോ, ഒരാഴ്ചയല്ലേ റിലീസായത്. നമ്മുടെ ദിലീപ് ഏട്ടന്റെ സിനിമയുണ്ട്, ചന്ദ്രേട്ടൻ എവിടെയാ, പിന്നെ മറ്റേ അനൂപ് മേനോന്റെ പടമുണ്ട്. അപ്പൊ ഷീ ടാക്സി ഉണ്ട്. ഇനിയിപ്പോ പടം റിലീസാവാൻ പോവുകയാണ്. ഇതെല്ലാം പറഞ്ഞു. അല്ല, ഇതൊക്കെ നിങ്ങൾ പോയി കാണില്ലേ? അല്ല, ഞാൻ കാണാറൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ.